ഹലോ ഗൈസ്, സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ച് പറയാനാണ് വന്നത്. സൂക്ഷ്മദർശിനി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നതും നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കുന്നതുമാണ്. അന്യൻ്റെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, അയലക്കത്തെ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്, അവിടെ എന്തൊക്കെയാണ് പൊട്ടുന്നത്, ചീറ്റുന്നത്, എന്താ ഒച്ച ബഹളം, ഇതിനെക്കുറിച്ചൊക്കെ ആ ഒരു സംഭവം നമ്മുടെ ഈ മറ്റുള്ള വീട്ടിലെ സംഭവങ്ങൾ അറിയാനുള്ള ത്വരയും ആ ഒരു തിരയും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന് സെറ്റ് ചെയ്തേക്കുന്നത്. MC ജിതിൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബേസിൽ ജോസഫ്, നസ്രിയ, സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ കോട്ടയൻ രമേശ് എന്നിവർ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ കോട്ടയൻ രമേശ് ഇവർ മാത്രമല്ല, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ലൊരു സിനിമയാണ്. പിന്നെ സിനിമ ഇച്ചിരി ഡാർക്കാണ്, രസമായിട്ട് എടുത്തിട്ടുണ്ട്. ആസ് എ ഹോൾ അടിപൊളി ഒരു മൂവിയാണ്. നമുക്ക് വളരെ രസകരമായ രീതിയിൽ സിനിമ കണ്ട് തീർക്കാൻ പറ്റും. പിന്നെ ബേസിൽ ജോസഫ് എന്ന നടൻ്റെ വളർച്ച നമുക്കറിയാവുന്നതാണ്. ചെയ്യുന്ന സിനിമകളിലെല്ലാം തന്നെ നല്ല രസകരമായ രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബേസിലിൻ്റെ പടങ്ങൾ കാണാൻ തന്നെ അധികം ആൾക്കാരും ഉണ്ട്. കാരണം ആൾ ചെറിയ മനുഷ്യനാണെങ്കിലും അതിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ. മിന്നൽ മുരളിയൊക്കെ സംവിധാനം ചെയ്ത ആളല്ലേ, അപ്പം അതിൻ്റേതായ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു രക്ഷയില്ലാത്തൊരു സിനിമയാണ്. എന്താ പറയുക, ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാം. നമ്മുടെ സാധാരണ സ്ഥിരമായിട്ടും തന്നെ അയലക്കത്തെ വീട്ടിലെല്ലാം സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു നോട്ടമുണ്ട്. ആ ഒരു സംഭവം നല്ല രസകരമായ രീതിയിൽ, കുറച്ച് ഡാർക്കാണ് സംഭവം, പക്ഷേ എന്നാലും പോയിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഏതായാലും ബേസിൽ ജോസഫ് എടുക്കുന്ന സിനിമകളെല്ലാം നന്നായിട്ടുണ്ട്. MC ജിതിൻ എന്ന സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമയാണിത്. നോൺസെൻസ് എന്ന് പറഞ്ഞ ആദ്യം ഒരു സിനിമ ചെയ്തിരുന്നു. സിനിമ നല്ലൊരു മൂവിയായിരുന്നു, പക്ഷേ അധികം തിയേറ്ററിൽ ഓടാത്ത ഒരു സിനിമയായിരുന്നു നോൺസെൻസ്. പക്ഷേ രണ്ടാം വരവിൽ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂക്ഷ്മദർശിനിയുടെ ഇൻ്റർവ്യൂകളെല്ലാം ഈ ചാനൽസിലും എല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു. ബേസിലും നസ്രിയയും തമ്മിലുള്ള കോംബോ അടിപൊളിയായിരുന്നു. ഇൻ്റർവ്യൂസിലും എല്ലാം ഭയങ്കര രസകരമായ രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമയിലും വന്നിരിക്കുന്നത്. പിന്നെ അവരുടെ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ, രസമാണ്. ബേസിൽ ഒരു രക്ഷയില്ല. ബേസിൽ കളിക്കുന്ന സിനിമകളും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്. സംവിധായകനെ നമുക്ക് എന്താ പറയുന്നത്, അദ്ദേഹം ചെയ്ത ഈ ഒരു സിനിമ നോൺസെൻസ് നല്ല മൂവിയായിരുന്നു. അന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇന്ന് രണ്ടാമത്തെ സിനിമയായിട്ട് വന്നു, ഇന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ഇനിയും അദ്ദേഹം നല്ല നല്ല സിനിമകളുമായിട്ട് വരട്ടെ. കാരണം അതിനുള്ള ഒരു MC ജിതിന് എന്താ പറയുക, അതിനുള്ളൊരു സെറ്റപ്പുണ്ട്. പിന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്, അദ്ദേഹത്തിൻ്റെ എഡിറ്റിങ്ങൊക്കെ അടിപൊളിയാണ്. എന്തായാലും ആസ് എ ഹോൾ സിനിമ കാണാൻ പോയ രസകരമായിട്ട് ചിരിച്ച് ഉല്ലസിച്ച് കണ്ടിരിക്കാവുന്ന ഒരു ഡാർക്ക് മൂവിയാണ് സൂക്ഷ്മദർശിനി. അഥവാ അതിനൊക്കെ എന്താ സംഭവിക്കുന്നത് ഒളിഞ്ഞു നോക്കാം, അല്ലെങ്കിൽ എന്താ അവിടെ ശബ്ദം, അതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെയാണ്. എന്തായാലും പോയിരുന്ന് കാണുക, നല്ലൊരു മൂവിയാണ് കേട്ടോ.